മക്ക വിജയവേളയിൽ പ്രവാചക സന്നിധിയിൽ വെച്ച് മുസ്ലിമായ ഖുറൈശി നേതാവ് ആര്? ഉത്തരം അബൂ സുഫിയാൻ. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖിബിലയായി നിശ്ചയിക്കപ്പെട്ടത് എവിടെയായിരുന്നു? ഉത്തരം മസ്ജിദുൽ അഖ്സ. നൂഹ് നബിയുടെ കപ്പൽ അണഞ്ഞത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ജൂദ് പർവ്വതം. അന്ത്യദിനത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം ഏത്? ഉത്തരം നിസ്കാരം. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയത് ആര്? ഉത്തരം അലി റളിയല്ലാഹു അൻഹു. ആദ്യമായി ബാങ്കു നിർവഹിച്ചത് ഏത് നിസ്കാരത്തിനായിരുന്നു? ഉത്തരം സുബ്ഹിക്ക്. രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയ വർഷം? 3 വർഷം. സൈഫുല്ല എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സ്വഹാബി ആര്? ഖാലിദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ മനഃപ്പാഠമാക്കിയ നിരവധി സ്വഹാബികൾ കൊല്ലപ്പെട്ട യുദ്ധം ഏത്? യമാമ യുദ്ധം. ആദ്യമായി മുസ്ലിമുകൾ ഹിജ്റ പോയത് എവിടേക്കായിരുന്നു? അബ്സീനിയയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എത്ര ഹദീസുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? 142. ഏറ്റവും കുറഞ്ഞ ഭരണകാലം ഏത് ഖലീഫയുടേതായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ. ഉഹദ് യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ട ദിവസം ഏത്? വെള്ളിയാഴ്ച. ഉഹദ് യുദ്ധത്തിൽ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബികളുടെ എണ്ണം എത്ര? 700. ആദം നബി അലൈഹിസ്സലാം ആദ്യമായി പറഞ്ഞ വാക്ക് എന്ത്? അൽഹംദുലില്ലാ. മൂസാ നബി അലൈഹിസ്സലാമിന് നുബുവത്ത് ലഭിച്ച പർവ്വതം ഏത്? തൂരിസീന. ഫിർഔന്റെ ഭാര്യയുടെ പേരെന്ത്? ആസിയ റളിയല്ലാഹു അൻഹു. എത്രാമത്തെ വയസ്സിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വിവാഹം നടന്നത്? 25 വയസ്സുള്ളപ്പോൾ. പടയങ്കി നിർമ്മാണത്തിന് ലോകത്തിന് മാതൃക കാണിച്ചു തന്ന പ്രവാചകൻ ആര്? ദാവൂദ് നബി അലൈഹിസ്സലാം. അബുൽ ബഷർ എന്ന അപരനാമം ഉണ്ടായിരുന്ന പ്രവാചകൻ ആരായിരുന്നു? ആദം നബി അലൈഹിസ്സലാം. യൂസഫ് നബിയെ അടിമച്ചന്തയിൽ നിന്ന് വിലക്കെടുത്ത രാജാവിൻ്റെ പേര്? അസീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഏതാണ്? ഫിജാർ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ മരണപ്പെട്ട ഏക ശത്രു ആര്? ഉബയ്യ് ബിൻ ഖലഫ്. ഏത് യുദ്ധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യിനെ വധിച്ചത്? ഉഹദ് യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്ര ചെയ്ത വാഹനം ഏത്? ബുറാഖ്. പ്രവാചക പത്നിമാർ പൊതുവായി അറിയപ്പെടുന്ന വിശിഷ്ടനാമം ഏത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പിതാവിൻ്റെ ഖബർ സന്ദർശിക്കുന്നത് എപ്പോൾ? 6-ാം വയസ്സിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിക്ക് നൽകിയ മഹർ എന്തായിരുന്നു? 20 ഒട്ടകങ്ങൾ. കപടവിശ്വാസികളുടെ നേതാവ് ആര്? അബ്ദുല്ല ബിൻ ഉബയ്യ്. ഹുദൈബിയ സന്ധിക്ക് മുമ്പ് നടത്തിയ മക്ക യാത്രയിൽ നബിയെ അനുഗമിച്ച പത്നി ആര്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹു. ബനു ഹാഷിം കുടുംബത്തിലെ ആദ്യ ഖലീഫ ആര്? അലി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? 146 ഹദീസുകൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പുള്ള പേരെന്തായിരുന്നു? അബ്ദുൽ കഅബ. നബിയുടെ പത്നിമാരിൽ അവസാനം വഫാത്തായത് ആര്?
ഉമ്മു സൽമ ബീവി റളിയല്ലാഹു അൻഹു. മുഹമ്മദ് എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 4 തവണ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വ്യാപാരിയായി ഷാമിലേക്ക് പോയ നബിയുടെ സഹയാത്രികൻ ആര്? മൈസറത്ത്. ഖദീജ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി വിവാഹ ബന്ധത്തിൽ മധ്യവർത്തിയായ വനിത ആര്? നുഫൈസ ബിൻത്ത് മുനിയ. ബാങ്ക് വിളി നിലവിൽ വന്നത് എപ്പോൾ? ഹിജ്റ 1-ാം വർഷം. നബിയുടെ മോതിരത്തിൽ ഉല്ലേഖനം ചെയ്തിരുന്നത് എന്ത്? മുഹമ്മദ് റസൂലുള്ളാഹ്. നബിയുടെ തുപ്പൽ വയറ്റിലെത്തിയ തൊട്ടുകൊടുത്ത ആദ്യത്തെ ഭാഗ്യവാൻ ആര്? അബ്ദുല്ലാഹിബ്നു സുബൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കുഴിച്ച സ്വഹാബി ആര്? അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന്. 27-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിനെ ആദ്യമായി പരസ്യമാക്കിയത് ആര്? ഉമർ റളിയല്ലാഹു അൻഹു.